നമസ്കാരം. ചാനൽ 10 വാർത്തകളിലേക്ക് സ്വാഗതം. പെരിന്തൽമണ്ണ ബ്ലോക്ക് പഞ്ചായത്ത് നിർവഹണ ഏജൻസിയായി നടപ്പിലാക്കുന്ന നീർത്തട ഘടകം പദ്ധതിയുടെ ഭാഗമായി ലോക പരിസ്ഥിതി ദിനം ആചരിച്ചു. പദ്ധതിയിലെ കാർഷിക വനവൽക്കരണം എന്ന ഘടകത്തിൽ ഉൾപ്പെടുത്തി നിർമ്മിക്കുന്ന മിയാവാക്കി തോട്ടത്തിൽ തൈകൾ നട്ടുകൊണ്ട് പെരിന്തൽമണ്ണ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് അഡ്വക്കേറ്റ് AK മുസ്തഫ പരിപാടി ഉദ്ഘാടനം ചെയ്തു. മികച്ച പരിസ്ഥിതി പ്രവർത്തനത്തിനുള്ള ബ്ലൂ പ്ലാനറ്റ് പുരസ്കാരം നേടിയ യോക്കോഹാമ സർവകലാശാലയിലെ പ്രൊഫസറായിരുന്ന ലോകപ്രശസ്ത ജാപ്പനീസ് സസ്യശാസ്ത്രജ്ഞൻ അകിര മിയാവാക്കി വികസിപ്പിച്ചെടുത്ത വനവൽക്കരണ രീതിയാണ് മിയാവാക്കി. തനിയെ രൂപപ്പെടുന്ന കാടുകളെക്കാൾ വളരെ ഉയർന്ന വളർച്ചാ നിരക്കാണ് മിയാവാക്കി വനങ്ങളുടെ സവിശേഷത. പെരിന്തൽമണ്ണ ബ്ലോക്ക് പഞ്ചായത്ത് നിർവഹണ ഏജൻസിയായി നടപ്പിലാക്കുന്ന നീർത്തട ഘടകം പദ്ധതിയുടെ ആഭിമുഖ്യത്തിൽ ലോക പരിസ്ഥിതി ദിനാചരണത്തിന്റെ ഭാഗമായാണ് പദ്ധതിയിലെ കാർഷിക വനവൽക്കരണം എന്ന ഘടകത്തിൽ ഉൾപ്പെടുത്തി മിയാവാക്കി തോട്ടം നിർമ്മിക്കുന്നത്. മിയാവാക്കി തോട്ടത്തിൽ തൈകൾ നട്ടുകൊണ്ട് പെരിന്തൽമണ്ണ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് അഡ്വക്കേറ്റ് AK മുസ്തഫ പരിപാടി ഉദ്ഘാടനം ചെയ്തു. 400ഓളം ചെടികൾ 2.5 സെന്റ് സ്ഥലത്ത് നമ്മളിപ്പോൾ ഇവിടെ നട്ടു വളർത്തിയിട്ടുണ്ട്. അതിൽ തന്നെ 40 വെറൈറ്റി ഉണ്ട്. അപ്പോൾ ഇത് നമ്മളെ സംബന്ധിച്ചിടത്തോളം മിയാവാക്കി എന്ന് സാധാരണ നമ്മൾ പറയുന്നതിൽ നിന്ന് വ്യത്യസ്തമായി ഇത് അതിൻ്റെ യഥാർത്ഥ രൂപത്തിലും ഭാവത്തിലുമുള്ള ഒരു മിയാവാക്കിയാണ് നമ്മളിവിടെ ഉണ്ടാക്കാൻ വേണ്ടി ഉദ്ദേശിക്കുന്നത്. ഇതിൽ ഇന്ന് കിട്ടുന്ന ഈ ഒരു ആവേശം ഇതിപ്പോൾ വളരെ മനോഹരമായിട്ടാണ് ഇവിടെ അറേഞ്ച് ചെയ്തിട്ടുള്ളത്. സ്വാഭാവികമായിട്ടും ഈ ഒരു ഇൻസ്പിറേഷൻ ഞങ്ങൾക്ക് 2-3-4 പ്രോജക്റ്റുകൾ കൂടി ഏറ്റെടുത്താലോ എന്നത് സംബന്ധിച്ചുള്ള ഒരു ആലോചനയിലേക്ക് ഞങ്ങൾ എത്തിച്ചിട്ടുണ്ട്. ഫ്രൂട്ട്സ് മിയാവാക്കി മോഡലാണ് പദ്ധതിയുടെ ഗുണഭോക്താവായ വലമ്പൂർ നീർത്തട പ്രദേശത്തെ റോയ് തോമസ് എന്നയാളുടെ ഭൂമിയിൽ തയ്യാറാക്കിയിട്ടുള്ളത്. 2.5 സെന്റ് സ്ഥലത്ത് 38 ഇനങ്ങളിലായി 408 തൈകളാണ് ശാസ്ത്രീയമായ രീതിയിൽ നട്ടുപിടിപ്പിച്ചിട്ടുള്ളത്. 2 ലക്ഷം രൂപ ചിലവ് വരുന്ന പദ്ധതിക്ക് 90% തുക PMKSY പദ്ധതി പ്രകാരം പെരിന്തൽമണ്ണ ബ്ലോക്ക് പഞ്ചായത്ത് സബ്സിഡിയായി നൽകും. പെരിന്തൽമണ്ണ ബ്ലോക്ക് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് വനജ കുന്നംകുളത്ത്, ബ്ലോക്ക് ഡെവലപ്മെന്റ് ഓഫീസർ K പാർവതി, പദ്ധതി നിർവഹണ ഉദ്യോഗസ്ഥരായ എക്സ്റ്റൻഷൻ ഓഫീസർ ഗോപകുമാർ, പ്രൊജക്ട് എഞ്ചിനീയർമാരായ ഷിജു മുബഷിറ, ടെക്നിക്കൽ എക്സ്പേർട്ട് സുമയ്യ റോഷൻ തുടങ്ങിയവർ പരിപാടിയിൽ പങ്കെടുത്തു. ചാനൽ 10 പെരിന്തൽമണ്ണ. നിങ്ങളുടെ കരിയറിന് നല്ലൊരു തുടക്കമാകാൻ ഇലക്ട്രോണിക്സ് IT മേഖലയിലെ ഏറ്റവും മികച്ച കോഴ്സുകളുമായി ETC ഇലക്ട്രോ ടെക്നിക്കൽ കോളേജ് പെരിന്തൽമണ്ണ, മലപ്പുറം. സ്വദേശത്തും വിദേശത്തും ജോലി സാധ്യതകളോടെ ടെക്നോളജി ഓഫ് ഇലക്ട്രോണിക്സ്, ഇലക്ട്രിക്കൽ ആൻഡ് കൂളിംഗ് സിസ്റ്റം, സ്മാർട്ട് ഫോൺ ടെക്നോളജി, ഇലക്ട്രിക് ഓട്ടോമൊബൈൽ എഞ്ചിനീയറിംഗ്, ഇലക്ട്രോണിക്സ് ആൻഡ് ഇലക്ട്രിക്കൽ ടെക്നീഷ്യൻ, ഇലക്ട്രിക്കൽ ആൻഡ് പ്ലംബിംഗ്, ഇൻവെർട്ടർ, AC ആൻഡ് റെഫ്രിജറേഷൻ, കമ്പ്യൂട്ടർ ഹാർഡ്വെയർ ആൻഡ് നെറ്റ്വർക്കിംഗ്, CCTV ടെക്നീഷ്യൻ, ലാപ്ടോപ്പ് ചിപ്പ് ലെവൽ സർവീസിംഗ്, കമ്പ്യൂട്ടർ അക്കൗണ്ടിംഗ് കോഴ്സുകൾ, PSC അംഗീകൃത സോഫ്റ്റ്വെയർ കോഴ്സുകളും.